കളവ് പറഞ്ഞ് ഭക്ഷണം കഴിക്കാം. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിഷമം കരുതരുത്. ബ്രോക്കർമാർ ശാസ്ത്രം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കളവ് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും മുമ്പന്തിയിൽ അവരുണ്ടാകുമോ എന്ന് തോന്നിപ്പോകാറുണ്ട്. എന്നാൽ അതേ സമയത്തോ കളവ് പറയാതെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ലവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കളവ് പറയുക എന്നത് നല്ലോണം പേടിക്കണം. കളവ് പറയൽ ഭക്ഷണമാർഗമാക്കരുത്. അപ്പോ അറബികൾ എന്നെ കുറ്റപ്പെടുത്തും എന്ന നാണക്കേട് എനിക്കില്ലായിരുന്നു. അബൂ സുഫിയാൻ കള്ളം പറഞ്ഞു എന്ന് പറയുന്നുള്ള പേടി എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് മുഹമ്മദിനെ കുറിച്ച് കള്ളം പറയുമായിരുന്നു. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി ഒരു അക്ഷരം പോലും ഞാൻ കള്ളം പറഞ്ഞില്ല. വിശ്വാസിക്ക് ഏത് വീക്ക്നെസ് ഉണ്ടായാലും കള്ളം പറഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത്. വിശ്വാസിക്ക് ഏത് ദുർബലതയും ചിലപ്പോൾ ഉണ്ടാവാം. നബി തങ്ങളോട് ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുക, നബിയെ വിശ്വാസി വ്യഭിചരിക്കോ? നബി ചോദിച്ചു, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെയൊക്കെ പെട്ടുപോയേക്കാം. അതെന്താ നബിയെ? ഒന്നുമല്ല, അല്ലാഹു തആല അതാ അസ്സാനി വസാനിയ എന്ന് പറഞ്ഞു വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാർക്കുള്ള ഹദ്ദ് പറഞ്ഞിട്ടുണ്ടല്ലോ. എറിഞ്ഞു കൊല്ലാനും 100 അടിയടിക്കാനും 1 കൊല്ലം നാട് കടത്താനും ഒക്കെ അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തേ കാരണം? പ്രധാനമായും ഒരു കാരണമുണ്ട്. അതിന് പ്രധാനമായ ഒരു കാരണമുണ്ട്. എന്താ? ഒരു വിശ്വാസി ദുർബല നിമിഷത്തിൽ അതൊക്കെ പെട്ടുപോയേക്കാം. അപ്പൊ അവന് പരലോകത്തുള്ള ശിക്ഷ ഇളവ് ചെയ്യാനാണല്ലോ ഭൂമിയിൽ ഹദ്ദ് വെച്ചത്. ഭൂമിയിൽ ഈ ഹദ്ദ് വെച്ചത് അതിനാണ്. അപ്പൊ അവിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലാൻ അവൻ തയ്യാറാവണം. വിവാഹിതനാണെങ്കിൽ തന്നെ എറിഞ്ഞു കൊല്ലാൻ അവൻ തയ്യാറാവണം. അവിവാഹിതനാണെങ്കിൽ 100 അടി അടിക്കുകയും 1 കൊല്ലം നാട് കടത്തുകയും ചെയ്യുക. അതിനവൻ തയ്യാറാവണം. എന്നാൽ പരലോകത്ത് ശിക്ഷ കുറയും എന്നുള്ള നിലക്കാണല്ലോ ഈ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ ഹദ്ദ് കാണുമ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. നേരെ മറിച്ചോ കളവോ? നബി തങ്ങളോട് ചോദിച്ചു, ആ യസ്രിഖുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, നബിയെ ഒരു വിശ്വാസി കക്കുവോ? നബി പറഞ്ഞു, കൈ വെട്ടണമെന്ന് കാണുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ മോഷ്ടിച്ചേക്കാം. മോഷ്ടിച്ചാൽ പിന്നെ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം മോഷ്ടിച്ച സാധനം തിരിച്ചു കൊടുക്കുക, തന്റെ കൈ കൊത്താൻ, ഇസ്ലാമിക ഭരണാധിപന്റെ മുമ്പിൽ ചെന്ന് ഇസ്ലാമിക ഭരണാധിപന്റെ മുമ്പിൽ ചെന്ന് കീഴടങ്ങുക. ശരി, അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് ഒരു ദുർബല നിമിഷത്തിൽ അത് സംഭവിക്കാവുന്നത് കൊണ്ടാണല്ലോ. ഇതൊക്കെ ചോദിച്ചതിന് ശേഷം ഈ സഹാബി ചോദിച്ചു, അയക്ദിബുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, നബിയെ ഒരു മുഅ്മിന് കള്ളം പറയോ? ഖാലല, കള്ളം വിശ്വാസി പറയൂല എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. കള്ളം പറഞ്ഞാൽ ഇന്ന ശിക്ഷയാണെന്ന് എവിടെയും കാണുന്നില്ല. അപ്പൊ പറയാൻ പാടില്ല എന്നാണ് അതിന്റെ കണ്ടീഷൻ. നോക്ക് നിങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് കള്ളാണ്. കളവ് പറയാന്ന് പറഞ്ഞാൽ ഒരു വിഷയമേ അല്ല. മാധ്യമങ്ങളിൽ നോക്കിയാൽ അങ്ങനെ, പത്രമാധ്യമങ്ങളിൽ നോക്കിയാൽ അങ്ങനെ, ചാനലുകൾ നോക്കിയാൽ അങ്ങനെ, നമ്മുടെ സംസാരങ്ങളിൽ അങ്ങനെ, വീഡിയോ കൊലായിൽ ഇരുന്നിട്ട് പറയാൻ, പച്ചക്കള്ളം പറയാൻ. അതും പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ മാംസം വിഷമാണ്. അതടക്കം അവരുടെ പേരിലടക്കം വലിയ വലിയ കെട്ടിച്ചമച്ച കള്ളം പറയാൻ 5 നേരം നിസ്കരിക്കുന്ന, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ച, തറാവീഹ് നിസ്കരിച്ച ഉപ്പക്കൊരു മടിയുമില്ലെങ്കിൽ ഈ ഉപ്പ തൽക്കാലം രക്ഷപ്പെടൂല. നല്ലോണം ചിന്തിക്കണം, വിഷയത്തിന്റെ ഗൗരവം ആലോചിക്കണം. എന്തോ നമ്മൾ വിഷയത്തെക്കുറിച്ച് തീരെ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നിർബന്ധമായിട്ട് കള്ളം പറയേണ്ടി വരില്ലേ? ഒരു വിഷയമാണല്ലോ. കള്ളം പറയാതെ ഇപ്പം എങ്ങനെ ജീവിക്കാൻ കഴിയുമോ? കള്ളം പറയേണ്ടി വരില്ലേ? ഇമാം ബുഖാരി പറഞ്ഞു, വിശ്വാസിക്ക് കള്ളം പറയേണ്ടി വന്നെങ്കിൽ അവിടെയും അവൻ പറയരുത്, സൂചനാപരമായിട്ട് പറഞ്ഞൊഴിയാൻ ചാൻസ് ഉണ്ട്. ഇന്ന ഫീ മആരീദിൽ കലാമി, സൂചനാപരമായ സംസാരങ്ങളിൽ വിശ്വാസിക്ക് ലമന്ദൂഹതൻ അനിൽ കദിബി, കളവിനെ തൊട്ട് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നത് കാണാം. വിശ്വാസിക്ക് സൂചനാപരമായിട്ട് പറഞ്ഞ കള്ളു അല്ല, എന്നാ സംഗതി രക്ഷപ്പെട്ടും ചെയ്തു, ഉള്ള ഇടങ്ങേർന്ന് രക്ഷപ്പെട്ടും ചെയ്തു. കള്ളം പറയാതെ വ്യംഗ്യമായി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, ധാരാന്ന് ചോദിച്ചപ്പോ എന്റെ പെങ്ങളാന്ന് പറഞ്ഞില്ലേ ഭാര്യയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന അർത്ഥത്തിൽ പെങ്ങളാണെന്ന് പറഞ്ഞതാണ്. പെങ്ങളാണെങ്കിൽ രാജാവ് പിടിക്കില്ല, അല്ലെങ്കിൽ രാജാവ് പിടിക്കും. അതുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്. അപ്പൊ സൂചനാപരമായിട്ടത് പറഞ്ഞ് ഒഴിയാനുള്ള ഒരു ചാൻസ്. ഇങ്ങനെ എങ്കിലും പറയൽ നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ അങ്ങനെ പറയാവൂ. പറഞ്ഞത് സത്യമായിരിക്കണം, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ പലപ്പോഴൊക്കെ ചിലപ്പോൾ പറയൂ, കുടുങ്ങുന്ന ഘട്ടമുണ്ടാവും. അങ്ങനെ കുടുങ്ങുന്ന ഘട്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും, അല്ലാതെ നമ്മളിപ്പോൾ അങ്ങനെയൊന്നും നോക്കില്ല.
സൂചനയാണോ വ്യക്തമാണോ? നമ്മൾ വ്യക്തമായിട്ട് പച്ചക്ക് അടച്ചട് പറയല സംഗതി ഇല്ല. കാരണം നമുക്കൊരു വിഷമവും കള്ളം പറയുന്നതിൽ. നേരെ മറിച്ച് ശരിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ എന്ന് അതെന്നെ പറയൽ അത്യാവശ്യമായി വരുന്ന ഘട്ടത്തിൽ അവിടെ തന്നെ അങ്ങനെ മറ പിടിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടല്ലോ, ഒരാളെ പറ്റി അന്വേഷിക്കുന്നു, ഒരാളെ പറ്റി അന്വേഷിച്ച് വരുന്നു, അയാൾ ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, മറച്ചു വെക്കേണ്ട ആളാണ്. എന്നാൽ അയാൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും ഇവിടെ ഇല്ല പറഞ്ഞാൽ ഈ വട്ടത്തിലില്ല എന്നർത്ഥം. അങ്ങനെ അത് സത്യമാക്കാൻ കഴിയും. ഇതേ രൂപത്തിൽ പലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, പൊരേ പോയാണ്ട് ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല. ഇങ്ങനെയുള്ള സംസാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യമാകണം. ആ ഒരു നിർബന്ധ ബുദ്ധിയെങ്കിലും നമുക്ക് വേണം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഏകദേശം മദീനത്തേക്ക് എത്താനായപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. റസൂലുള്ള പുറപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്, കണ്ടു കിട്ടുന്നവർ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചിലരൊക്കെ വഴിയിൽ നിന്ന് ചോദിച്ചത്രേ, മൻ ഹാദാ യാ അബൂബക്കർ, അബൂബക്കർ എന്റെ ഒപ്പമുള്ളത് ഇതാരാണ്? ഇവർ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. മൻ ഹാദാ യാ അബൂബക്കർ, ഇതാരാണ് അബൂബക്കറെ? ഈ പുറത്തേക്ക് പോകുന്നതിന് കാരണം ആള് അബൂബക്കർ സിദ്ദീഖിന്റെ ഒപ്പാ പോകുന്നതെന്നൊന്നും ഓല അറിയുന്നില്ല. അപ്പോ മുഹമ്മദിനെ കണ്ടാൽ പിടിക്കണം എന്നാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ അങ്ങനെ ഒരാളെ കണ്ടപ്പോ ഇതാരാണ്? അത് ഇവർക്ക് അറിയാത്തവരുമാണ്. അപ്പൊ അവരവിടെ വെച്ചിട്ട് ചോദിച്ചു, മൻ ഹാദാ യാ അബൂബക്കർ, ഇതാരാ അബൂബക്കറെ? ഖാല മുഅർരിളൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചുകൊണ്ട്, കണ്ടോ, സൂചനാപരമായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നഹു യഹ്ദീനി ത്വരീഖ്, ഞാൻ മദീനത്തേക്ക് പോവാ, അപ്പൊ എനിക്ക് വഴി കാട്ടി തരാനുള്ള ഒരാളാണ്. എനിക്ക് മദീനത്തേക്ക് വഴി കാട്ടി തരാനുള്ള ആളാണ്. സംഗതി ശരിയാണ്, അബൂബക്കർ സിദ്ദീഖിന് വഴി കാട്ടുന്ന ആളാണ്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് ശരിയാണ്. ഇന്നഹു യഹ്ദീനി ത്വരീഖ്, എനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ്. എനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാ, ശരിയല്ലേ? ദുനിയാവിലും ആഖിറത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ സൂചിപ്പിച്ചു പറഞ്ഞു എന്ന് മഹാന്മാര് പറഞ്ഞത് കാണാം. ഇന്നോ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ കളവിലാണ്. അതും മതത്തിന്റെ പേരിലടക്കം കള്ളം പറയുന്ന ഉളുപ്പില്ലാത്ത വിഭാഗം. യകൂനു ഫീ ആഖിരിസ് സമാൻ ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീദി മാ ലം തസ്മഉ വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. ആഖിർ സമാനിൽ ഒരു കൂട്ടർ വരാണ്ട്, ദജ്ജാലീങ്ങളാണവർ, വഞ്ചകരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ്. കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസ്, ഒരുപാട് സംസാരങ്ങൾ അവർ കൊണ്ടും അവർ പറയും, ഹദീസുകൾ കൊണ്ടുവരും. ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ വാപ്പാപ്പമാരോ കേട്ടിട്ടില്ലാത്ത ആശയം, ആദർശങ്ങൾ, അതായിരിക്കും ഈ പുതിയ ചിന്താഗതിക്കാര് പറയുക. അങ്ങനെ കള്ളം പറഞ്ഞു വരുന്ന മൗലവിമാരെ ഫഇയ്യാകും വഇയ്യാഹും, അവരെ നിങ്ങൾ പേടിക്കണം, അവരെയും നിങ്ങളെയും നിങ്ങൾ പേടിക്കണം, അവരെയും നിങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം, അവരെ നിങ്ങൾ പേടിക്കണം കേട്ടോ. നിങ്ങളും അവരുമായി അകന്നു നിൽക്കണം. ലാ യുദല്ലൂനകും, അവർ നിങ്ങളെ പേടിപ്പിക്കാതിരിക്കട്ടെ. വലാ യഫ്തിനൂനകും, അവർ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന്നിപ്പോ നമ്മൾ ശരിക്ക് കണ്ടുവരിക. കാരണം എന്താ? മതത്തിന്റെ പേരിൽ കളവ് പറയൽ മത്സരം നടത്തുന്നവരാ വിദ്യാർത്ഥുകാർ. കളവ് പറയൽ മത്സരം നടത്തിയിട്ട് റെക്സോണ സോപ്പ് കിട്ടിയത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണിവർ. നോക്ക് നിങ്ങൾ, കളവ് പറയൽ മത്സരം നടത്തുന്നവർ, കളവ് പറയൽ മത്സരം നടത്തുന്നവർ. ഖിയാമത്ത് നാളിന്റെ ലക്ഷണം റസൂലുള്ള പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കസറത്തുൽ കദിബാൻ, കളവ് പെരുക്കലാൻ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വതജഅലൂന റിസ്ഖകും അന്നകും